ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് വൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നോക്കുന്ന MG യൂണിവേഴ്സിറ്റീൻ്റെ ഫസ്സമായ BA എക്കണോമിക്സ് ആയിക്കാണ് എസെൻഷ്യൽ ഓഫ് എക്കണോമിക്സിലെ മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എക്സാമിന് വരാൻ ചാൻസ് ഇല്ല, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മൊഡ്യൂളാണ് എക്കണോമിക്സ് കൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പൾസ്. അതിൽ നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എക്കണോമിക്സിൻ്റെ അർത്ഥം എന്താണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൈക്രോ ഇക്കണോമിക്സ് അപ്പോൾ എന്താണ് ഡിഫൈൻ ചെയ്യാനാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് മാക്രോ എക്കണോമിക്സ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ പ്രധാന സാമ്പത്തിക ഏജന്റുമാരുടെ പേര് എന്താണ്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ്. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ആദ്യ തത്വം അപ്പോൾ എന്താണ് എഴുതാനാണ്. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പം എന്താണ് നാണ്യപ്പെരുപ്പവും തൊഴിലില്ലായ്മയും തമ്മിലുള്ള വ്യാപാരം എന്താണ്. പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സമ്പദ് വ്യവസ്ഥയിൽ സർക്കാരിൻ്റെ പങ്ക് എന്താണ്. പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിലെ ശാസ്ത്രീയ രീതി എന്താണ്. ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ് എന്താണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഇല്ല ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇനി നമുക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ മൊഡ്യൂളിൽ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നേച്ചർ എന്താണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ വ്യാപ്തി എന്താണ്. ഇനി അതായത് സ്കോപ്പാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ 10 തത്വങ്ങൾ അനുസരിച്ച് ആളുകൾ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് വിശദീകരിക്കാനാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യാപാരത്തിൻ്റെ പ്രാധാന്യം വിശദീകരിക്കാൻ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ വിപണിയുടെ പങ്ക് എന്താണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ അനുമാനങ്ങളുടെ പങ്ക് വിശദീകരിക്കാനാണ്. അതായത് അസംഷൻസ് ഇൻ എക്കണോമിക്സ്, റൂൾ ഓഫ് അസംഷൻസ് ഇൻ എക്കണോമിക്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിക്കണ്ട് പറയാൻ. ഇനി അതിൽ ലാസ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പം നോർമേറ്റീവ് എക്കണോമിക്സ് എന്നാൽ എന്ത് എന്നതാണ്. ഇനി നമുക്ക് 10 മാർക്കിന് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ 10 തത്വങ്ങൾ അതായത് പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്താണ് വിശദീകരിക്കാനാണ്. അപ്പോൾ അത് ചുരുങ്ങിയത് 1.5 പേജെങ്കിലും നിങ്ങൾ മാക്സിമം എഴുതാൻ വേണ്ടി നോക്കണം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പോസിറ്റീവ് നോർമേറ്റീവ് ഇക്കണോമിക്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും തമ്മിലുള്ള വ്യാപാരം അപ്പോൾ വിശദീകരിക്കാൻ തമ്മിൽ ഇത് ഡിഫറൻസ് എന്താണെന്നും അതെന്താണെന്നൊക്കെ വിശദീകരിച്ച് എഴുതാൻ. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ വിപണി സമ്പദ് വ്യവസ്ഥയിൽ സർക്കാരിൻ്റെ പങ്ക് എന്താണ് എന്നതാണ്. അതായത് മാർക്കറ്റ് എക്കണോമിയിൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവോൾവ് എന്താണെന്ന്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിലെ ശാസ്ത്രീയ രീതി എന്താണ്, അതിൻ്റെ പങ്ക് വിശദീകരിക്കാൻ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് സാമ്പത്തിക മാതൃകകളുടെ യാഥാർത്ഥ്യ ലോകത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ഇനി അതിൽ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പോസിറ്റീവ് നോർമേറ്റീവ് ഇക്കണോമിക്സ് തമ്മിലുള്ള പ്രധാന ആശയപരമായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് വരുന്ന പോസിറ്റീവ് നോർമേറ്റീവ് അതെന്തായാലും എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ 10 പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് കിട്ടോ. ഇനി രണ്ടാമത്തെ മൊഡ്യൂളാണ് മാർക്കറ്റ് മെക്കാനിസം. അതെന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ വിശദമായിക്കൊണ്ട് നോക്കാം. ഇനി ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കോമ്പറ്റേറ്റീവ് ആൻഡ് നോൺ കോമ്പറ്റേറ്റീവ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് ഡിഫൈൻ ചെയ്യാൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ഡിമാൻഡ് കർവ് എന്താണ്. പിന്നെ വാട്ട് ഈസ് ദ മീൻ ബൈ എക്സ്പെൻഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ഡിമാൻഡ് എന്താ വിശദീകരിക്കാൻ. പിന്നെ അഞ്ചാമത്തെ സപ്ലൈ കർവ് എന്താണ്. പിന്നെ അതിൽ ആറാമത്തെ അപ്പം ഫാക്ടേഴ്സ് അപ്പോൾ ദാറ്റ് അഫക്റ്റ് സപ്ലൈ എന്താണെന്ന് വിശദീകരിക്കാൻ. പിന്നെ ഏഴാമത്തതാണ് ഡിഫറെൻറ്റ് പ്രൈസ് അപ്പോൾ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഡിഫൈൻ ചെയ്യാൻ. പിന്നെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം അതിൻ്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചത്. ഇനി നമുക്ക് 5 മാർക്കിന് ചാൻസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു മാർക്കറ്റിൽ അപ്പം കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ തമ്മിലുള്ള ഇടപെടൽ വിശദീകരിക്കാൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പോയിന്റ് ഇലാസ്റ്റിറ്റിയും അതേപോലെ ഡിമാൻഡ് ആർക്ക് ഇലാസ്റ്റിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിമാൻഡിൻ്റെ വില ഇലാസ്റ്റിറ്റിയുടെ നിർണായക ഘടകങ്ങൾ എന്തൊക്കെയാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വിതരണത്തിൻ്റെ വില ഇലാസ്റ്റിറ്റിയും അതിൻ്റെ നിർണായക ഘടകങ്ങളും വിശദീകരിക്കാനാണ്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ കർവ് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ്.
ഇനി എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ വിശദീകരിച്ച് നോക്കാം. അപ്പോൾ ഡിമാൻഡിൻ്റെ ഇലാസ്റ്റിക്കയും അതിൻ്റെ തരങ്ങളും എന്ന ആശയം വിശദീകരിക്കാനാണ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വിതരണത്തെ ബാധിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് അവ വിതരണ കർവ് എങ്ങനെ മാറ്റുമെന്നും വിവരിക്കാനാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാർക്കറ്റ് ഈക്വിലിബ്രിയം അതേപോലത്തെ പ്രൈസ് മെക്കാനിസം എന്താണെന്ന് വിശദീകരിക്കാനാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ മാർക്കറ്റ് സന്തുലിതാവസ്ഥയിൽ മാറ്റത്തിന് അപ്പോൾ കാരണം എന്താണ്, ഈ ഷിഫ്റ്റുകൾ വിലകളെയും അപ്പോൾ അളവുകളെയും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിമാൻഡിൻ്റെ വില ഇലാസ്റ്റിക എന്ന ആശയവും തീരുമാനമെടുക്കുന്നതിന് അതിൻ്റെ പ്രാധാന്യം ചർച്ച ചെയ്യാനാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ എസ്എ ടൈപ്പ് ആയിക്കാണ്ട് വരാൻ ചാൻസ് ഇല്ല ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് മൂന്നാമത്തെ മൊഡ്യൂൾ നോക്കാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എഫിഷ്യൻസി ഓഫ് മാർക്കറ്റ് ആൻഡ് റൂൾ ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഇനി ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ എന്താണ് കൺസ്യൂമർ സർപ്ലസ്, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പ്രൊഡ്യൂസർ സർപ്ലസ്, പിന്നെ ടോട്ടൽ സർപ്ലസ് എന്താണെന്നാണ് മൂന്നാമത്തെ. ഇനി നാലാമത്തെ മാർക്കറ്റ് എഫിഷ്യൻസി എന്താണ്, പിന്നെ അഞ്ചാമത്തെ മാർക്കറ്റ് ഫെയിലിയർ എന്താണ്, പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ പ്രൈസ് സെല്ലിംഗ് അപ്പോൾ എന്താണ്, പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ പ്രൈസ് ഫ്ലോർ എന്താണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ സന്തുലിത വിലക്ക് താഴെ വില പരിധി ഏർപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും. അതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മാർക്കറ്റിൽ വില നിലവാരത്തിൻ്റെ സ്വാധീനം എന്താണെന്ന് വിശദീകരിക്കാനാണ്. ഇനി നമുക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഇത് മൂന്നാമത്തെ മൊഡ്യൂൾ ഇമ്പോർട്ടൻസ് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഉപഭോക്തൃ മിച്ചം എന്ന ആശയവും അത് ഡിമാൻഡ് കർവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉൽപാദക മിച്ചം എന്ന ആശയവും അത് വിതരണ വക്രവുമായി അല്ലെങ്കിൽ കർവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കാനാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൊത്തം മിച്ചവും വിപണി കാര്യക്ഷമതയും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്യാനാണ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ വില പരിധി അപ്പോൾ വിപണിയിലെ അല്ലെങ്കിൽ മാർക്കറ്റിലെ കാര്യക്ഷമതയില്ലായ്മയിലേക്ക് എങ്ങനെ നയിക്കുമെന്ന് വിശദീകരിക്കാനാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് വിപണി ഫലത്തിൽ അപ്പോൾ വില നിലവാരത്തിൻ്റെ സ്വാധീനം ചർച്ച ചെയ്യാനാണ്. അപ്പോൾ എന്താണ് ടാക്സ് ഇൻസിഡൻസ്, അത് ഈ വിപണി ഫലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിപണിയിലെ വിൽപ്പനക്കാരിൽ ഒരു നികുതിയുടെ ഫലം എന്താണ് എന്നതാണ്. ഇനി നമുക്ക് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ ടോട്ടൽ സർപ്ലസ്, മാർക്കറ്റ് എഫിഷ്യൻസി ആൻഡ് മാർക്കറ്റ് ഫെയിലിയർ എന്നിവയുടെ ആശയം വിശദീകരിക്കാനാണ്. പിന്നെ വിപണി ഫലങ്ങളിലും കാര്യക്ഷമതയിലും വില പരിധിയുടെ സ്വാധീനം വിശകലനം ചെയ്യാനാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ മാർക്കറ്റിൽ ഫലത്തിൽ അപ്പോൾ വില നിലവാരം ചെലുത്തുന്ന സ്വാധീനം ചർച്ച ചെയ്യാനാണ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ വിൽപ്പനക്കാരുടെയും വാങ്ങുന്നവരുടെയും മേലുള്ള നികുതി എങ്ങനെ വിപണി ഫലങ്ങളെ ബാധിക്കുന്നു, നികുതി സംഭവങ്ങളുടെ ആശയം ചർച്ച ചെയ്യാനാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് നികുതി ഭാരത്തിൽ ഡിമാൻഡിൻ്റെയും വിതരണത്തിൻ്റെയും വില ഇലാസ്തികതയുടെ സ്വഭാവം വിശദീകരിക്കാനാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിക്കാണ്ട് വരുന്നത്. ഇതിൽ ആറാമത്തെ ക്വസ്റ്റ്യൻ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും നോക്കിക്കോട്ടോ. ഇനി നാലാമത്തെ മൊഡ്യൂളാണ് ട്രേഡ് ആൻഡ് ദ ഇൻ്റർണൽ സെക്ടർ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് വിശദമായിക്കാണ്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് വ്യാപാരത്തെ നിർണായക ഘടകങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇക്വിലിബ്രിയം വിത്തൗട്ട് ട്രേഡ് എന്താണ് വിശദീകരിക്കാനാണ്. പിന്നെ അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ലോക വില എത്രയാണ്. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കമ്പാരിറ്റീവ് അഡ്വഞ്ചർ എന്താണെന്ന് വിശദീകരിക്കാനാണ്. പിന്നെ അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്നുള്ള വിജയികളും പരാജയങ്ങളും അപ്പോൾ ആരാണ് എന്നതാണ്. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്നുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് വ്യാപാര നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്, അതായത് അപ്പോൾ എന്താണ് ട്രേഡ് ഡിസ്ട്രിക്ഷൻ എന്താണ് എന്നതാണ്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ജോബ് പ്രൊഡക്ഷൻ, അതായത് തൊഴിൽ സംരക്ഷണത്തിനായി വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പിന്നിലെ യുക്തി എന്താണ് എന്നതാണ്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. ഇനി പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം.
അപ്പൊ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വ്യാപാരവുമായുള്ള സന്തുലിതാവസ്ഥയും സന്തുലിത വില നിർണ്ണയിക്കുന്നതിൽ ലോക വിലയുടെ പങ്ക് വിശദീകരിക്കാന്. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കയറ്റുമതി ഇറക്കുമതി രാജ്യങ്ങളിലെ വ്യാപാരത്തിൽ നിന്ന് വിജയിച്ചവരെയും പരാജിതരെയും ചർച്ച ചെയ്യാനാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വ്യാപാരത്തിൽ നിന്നുള്ള നേട്ടങ്ങളെ കുറിച്ചുള്ള ആശയവും അത് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് എങ്ങനെ പ്രയോജനം ചെയ്യുന്നുവെന്ന് വിശദീകരിക്കാനാണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ അപ്പം നോൺ എക്കണോമിക് ബെനഫിറ്റ് എന്തൊക്കെയാണ്. ഇനി അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദേശീയ സുരക്ഷാ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യാപാര നിയന്ത്രണങ്ങളുടെ യുക്തി വിശദീകരിക്കാനാണ്. ഇനി നമുക്ക് അപ്പോൾ എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നാലാമത്തെ മൊഡ്യൂളിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താരതമ്യ നേട്ടം എന്ന ആശയത്തെക്കുറിച്ചും അത് വ്യാപാരത്തിൽ നിന്നുള്ള പരസ്പര നേട്ടങ്ങളിലേക്കും എങ്ങനെ നയിക്കുന്നുവെന്നും ചർച്ച ചെയ്യാനാണ്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കയറ്റുമതി ഇറക്കുമതി രാജ്യങ്ങളുടെ സാമ്പത്തിക ക്ഷേമത്തിൽ വ്യാപാരത്തിൻ്റെ സ്വാധീനം വിശദീകരിക്കാനാണ്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ താരിഫുകൾ, ക്വോട്ടകൾ, സബ്സിഡികൾ എന്നിവ പോലുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള സാമ്പത്തികവും രാഷ്ട്രീയവുമായ യുക്തി ചർച്ച ചെയ്യാനാണ്. പിന്നെ അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശിശു വ്യവസായങ്ങൾ സംരക്ഷിക്കുന്നതിനായി വ്യാപാര നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുകയും അവയുടെ ഫലപ്രാപ്തി ചർച്ച ചെയ്യുകയും ചെയ്യാനാണ്. ഇനി അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ വ്യാപാര നിയന്ത്രണങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനവും വ്യാപാര യുദ്ധങ്ങളുടെ സാധ്യതകളും വിശദീകരിക്കാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എസ് ടൈപ്പിൽ ചാൻസ് ഇല്ല ക്വസ്റ്റ്യൻസ്. പിന്നെ എല്ലാവരോടും ഇത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്, ഇതന്നെ ചോദിക്കണ ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ ഏതായാലും ഞാൻ ഇതിൻ്റെ ഷോർട്ട് ടൈപ്പ് ആൻസർ ഏതായാലും ഞാൻ വേറെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എക്സാമിന് മുമ്പ്.